ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം തറവാട് പോലെയാണ്. ഡെയിലി മാളിൽ പോകാൻ ഞങ്ങൾക്ക് വട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. നമ്മുടെ കസിൻസ് പിള്ളേരെല്ലാം നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒരു ടൂറാണ് ഞങ്ങൾ പ്ലാൻ. സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണാടിക്ക് മുമ്പിലുള്ള തിക്കും തിരക്കും ഉണ്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിന് തൊട്ടടുത്തായതുകൊണ്ടും അലഞ്ഞിരിയാൻ ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ടും വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് നേരെ മാളിലോട്ട്. കാര്യം പറഞ്ഞാൽ 2 മിനിറ്റ് പോലും നടക്കാനുള്ള ദൂരമില്ല. എന്നാലും നടക്കാനുള്ള മടി കൊണ്ട് ഞങ്ങളെല്ലാവരും ഞെങ്ങി ഇറങ്ങി വണ്ടി കയറി ഒരു വിധത്തിൽ മാളിൽ. ദീപാവലി ഒക്കെ ആയതുകൊണ്ട് മാളിൽ എന്തോ വലിയ ബുക്ക് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എല്ലാം ഇംഗ്ലീഷിലുള്ള ബുക്കുകളായതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നി. പിന്നെ ആകെ അറിയുന്ന നല്ല ഫോട്ടോസ് ഉള്ള ബുക്കുകൾ സെലക്ട് ചെയ്യാനാണ്. അങ്ങനെ ഫുഡിന്റെ കുറെ ഫോട്ടോസ് വെച്ച ഒരു ബുക്ക് മാത്രം കണ്ടുട്ടോ. അത് ഇഷ്ടപ്പെട്ടു, പക്ഷെ എടുത്തൊന്നുമില്ല. അങ്ങനെ എടുത്ത ബുക്കൊക്കെ ഇരുന്നോടെ തന്നെ തിരിച്ചു വെച്ചിട്ട് ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കയറിട്ടോ. ആരൊക്കെ എവിടെയൊക്കെ പിടിച്ച് നോക്കി അങ്ങനെ കയറിയ ഫ്ലോറിൽ തന്നെ തിരിച്ചിറങ്ങി. അതിന്റെ ശരിയാണ്. ഇനി നേരെ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ. എല്ലാ സാധനവും എടുത്തു നോക്കുക, എന്നിട്ട് തിരിച്ച് അവിടെ തന്നെ വെക്കുക. ഷുഗർ കട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന എന്റെ മുൻപിലേക്ക് ഇതുപോലത്തെ ക്രീം കേക്കുകൾ മൊത്തം മേടിച്ചു കൊണ്ടിരുന്നത് എന്റെ ഭാര്യയാണ്. ഏതൊരു പ്രശ്നത്തിനും പരിഹാരമായിട്ടുള്ള ഏക പരിപാടിയാണ് ഫുഡ് അടി. ആ ഫുഡ് അടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് വിട്ടു. KFC മനസ്സിൽ ധ്യാനിച്ച് പോപ്പീസിൽ നിന്ന് കുറച്ച് ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കഴിച്ചതിന് ശേഷം നേരെ വീട് പിടിക്കാനുള്ള പരിപാടിയാണ്. പോണ വഴിക്ക് ഇതുപോലെ ഒരുപാട് കാറുകളുള്ള ഒരു ഷോപ്പ് കണ്ടിട്ടോ. അവിടെ കയറിയിട്ട് ഇതെല്ലാം എന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാതെ കൈയും വീശി അവിടെ നിന്ന്. ഈ മാളുകൾ കയറിയിട്ട് ഏതെങ്കിലും 2 സാധനം മേടിച്ചാലും 2 മീറ്റർ നീളമുള്ള ബില്ല് അവർ തരാറുണ്ട്. ഇത് എന്തിനാ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. ഈ പേപ്പറിന്റെ കാശ് ഇവർ ഇത് എങ്ങനെ മുതലാക്കുന്നു?